കരൂരിലെ ദുരന്ത ഭൂമിയിലാണ് ഞാനുള്ളത്. ഈ ദുരന്തം നടന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴും അതിൻ്റെ ശേഷിപ്പുകളായി കുറേ മനുഷ്യർ ധരിച്ച അവരുടെ പാദരക്ഷകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഷൂകളും ചെരുപ്പുകളുമായി നിരവധി കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി അവർ കൊണ്ടുവന്ന അവരുടെ കൊടികളും അവരുടെ തോരണങ്ങളും എല്ലാം തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ചെരുപ്പുകളിൽ തന്നെ പല പ്രായക്കാരായ ആളുകളുടെ ഒരു കുഞ്ഞ് ഷൂ ഇവിടെ കാണാം. ഈ കുഞ്ഞിന് ഒരുപക്ഷെ ഈ പ്രായത്തിലുള്ളൊരു കുഞ്ഞിന് വിജയ് ആരാണെന്നോ ഇല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ അമ്മയോ അച്ഛനോ ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാകാം, ഇല്ലെങ്കിൽ വിജയ് എന്ന മഹാനടനെ ആരാധിക്കുന്നവരായിരിക്കാം. ഈ ഞങ്ങൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഈ വിജയ് എന്ന ഇളയ ദളപതിയെ കാണാനായി അവർ വരുമ്പോൾ ഈ സ്വന്തം കുഞ്ഞിനെ കൂടി കൊണ്ടുവരാം എന്നവർ ചിന്തിച്ചു. ഒരിക്കലും ഇത്തരം വലിയ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടെന്നവർ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ ഒരു മാതാവും പിതാവും ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുവരില്ല. 1.5 വയസ്സുള്ള പിഞ്ച് കുഞ്ഞാണ്, ഈ പ്രദേശത്ത് തന്നെയുള്ള കുഞ്ഞാണ് മരിച്ചതിൽ 39 ഒരാളെന്ന് പറയുന്നത്. ഒരിക്കലും ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ അവരുടെ ആവേശം, വെള്ളിത്തിരയിലെ താരത്തെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് അവരെ ആ കൈക്കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഈ രീതിയിൽ പലതരത്തിൽ ഉള്ള ആഗ്രഹങ്ങളുമായി വന്നവരുണ്ട്. വിജയ് ഉയർത്തിപ്പിടിക്കുന്ന ദ്രാവിഡ പ്രത്യയശാസ്ത്രവും ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് തമിഴ് രാഷ്ട്രീയത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വപ്നം കണ്ട് വന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളും അപകടത്തിൽ പെട്ടവരായി ഉണ്ട്. ഈ അപകടത്തിൽ പെടുന്നതിന് മുൻപ് അവർ വിശദീകരിച്ച പലരും ദയനീയമായ കാര്യങ്ങളാണ്. കാരണം ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് പലരും അനുഭവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളും നീളം കുറവുള്ള ആളുകളും മറ്റാളുകൾക്കിടയിൽ നെരിഞ്ഞമർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചു. ആളുകളുടെ രൂക്ഷമായ വിയർപ്പിൻ്റെ ഗന്ധം അനുഭവിച്ചു. അതോടൊപ്പം തന്നെ അവർ ഈ മരണം മുന്നിൽ കണ്ടു. അങ്ങനെ രക്ഷപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. വീണുപോയ ആളുകൾ ഒരിക്കലും ആൾക്കൂട്ടത്തിനിടയിൽ വീണുപോയാൽ പിന്നെ എഴുന്നേക്കാൻ കഴിയില്ല. ഈ സ്വന്തം സഹോദരനോ ഇല്ലെങ്കിൽ സ്വന്തം മാതാവോ പിതാവോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞോ ആരാണെങ്കിലും അവരെ രക്ഷിക്കാനായി കുനിഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ ആൾ കൂടി അതിൽ വീണു പോകുന്നൊരു സാഹചര്യവും ഉണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ഈ രീതിയിൽ വീണുപോയ ആളുകൾക്ക് മുകളിലൂടെ മറ്റാളുകൾ പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയ്ക്ക് ചവിട്ടുകയും തൊഴിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചത്. പല ആളുകളും പല സ്വപ്നങ്ങൾ കണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വെള്ളിത്തിരയിലെ താരത്തെ കാണുക, അത് തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കുക തുടങ്ങിയ പല ആഗ്രഹങ്ങളാണ്. അത് തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ വെള്ളിത്തിരയിലെ സൂപ്പർ സ്റ്റാറുകളെ താരമാക്കുക എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. കരുണാനിധിയും MGRും ജയലളിതയും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ആണ് വിജയും ആ രീതിയിലേക്ക് മാറാൻ ആഗ്രഹിച്ചത്. അതിനിടയിലാണ് ഇത്ര വലിയൊരു ദുരന്തം ആയി മാറിയത്. ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഈ കരൂർ സംഭവം എന്നുള്ളത് ഒരു കറുത്ത ഏടായി, കറുത്ത അടയാളമായി അവശേഷിക്കും. ഈ കറുത്ത അടയാളത്തിൽ നിന്ന് താൻ ഉയർത്തിക്കൊണ്ടുവന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ മാർഗത്തിലൂടെ കൊണ്ടുപോയി ആളുകളെ വീണ്ടും സംഘടിപ്പിക്കുവാൻ വിജയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇനി കാലം കാത്തിരിക്കുന്നത്. കരൂരിൽ നിന്നും ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1.